Welcome to Daily News Analysis, 3rd December 2022 news. First news, in the newspaper, detailed UPSC perspective news election news so political news is important news first news, this is about a red sand dune structure in Visakhapatnam. So that is either protect glacial period coastal red sand dunes of Vishak. So city of Visakhapatnam or geologically highly important structure that is called 𝗂𝗏 or coastal red sand dunes. Appo idinte speciality endanu vechittundenkil it is declared as a geo-heritage site by Geological Survey of India in 2014 and also Andhra Pradesh government in the protected sites category il varuna oru structure aanu. So idinte speciality endanu vechittundenkil it is a very unique geomorphological features that contains a lot of information about the past. അതായത് ജിയോളജിക്കലി ഇന്ത്യ എർത്ത് എങ്ങനെ ഫോം ചെയ്തു വന്നു, നമ്മുടെ ഗ്ലേഷ്യൽ പീരീഡ്സും അതേപോലെ തന്നെ പെലിയോളിത്തിക് ടൈം പ്ലിയോസ്റ്റീൻ ടൈമിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ഡേറ്റ നമുക്ക് എന്ത് സ്റ്റഡി ചെയ്താൽ കിട്ടും, ഈ റെഡ് സാൻഡ്സ്റ്റോൺസ് സ്റ്റഡി ചെയ്താൽ കിട്ടും. സോ പ്രിലിംസ് പെർസ്പെക്ടീവ് എന്ന് ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആണെന്ന് ഓർക്കുക ആൻഡ് ഓൾസോ പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിൽ വരുന്നതെന്ന് നോക്കുക. ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ജിയോളജിക്കലി, ആർക്കിയോളജിക്കലി, ആന്ത്രോപോളജിക്കലി ഒരുപാട് സ്റ്റഡീസിന് സ്കോപ്പ് തരുന്ന ഒരു സ്ട്രക്ചർ ആണെന്ത് ദിസ് കോസ്റ്റൽ റെഡ് സാൻഡ്സ്റ്റോൺസ് ഓഫ് വിശാഖപട്ടണം. സോ മെയിൻ ആയിട്ടും ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട്സ് പഠിക്കാനായിട്ട്, അതായത് നേരത്തെ എങ്ങനെയാണ് ഗ്ലേഷ്യൽ പീരീഡ്, അതായത് വാം ഫേസും കോൾഡ് ഫേസും മാറി മാറി വന്നു, പിന്നെ ഐസ് ഏജ് വന്നു, അതെങ്ങനെ ഐസ് ഏജ് എങ്ങനെ ഡിസ്ട്രോയിഡ് ആയി. അപ്പം ഇതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ we can get important data about how we can survive the current climate change hazards. Okay, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാച്ച്. വേറെ ഇതേപോലെ തന്നെയുള്ള സ്ട്രക്ചേഴ്സ് ട്രോപ്പിക്കൽ റീജിയനിലുള്ള സിമിലർ സ്ട്രക്ചേഴ്സ് ആണ് ടെറി സാൻഡ്സ് ഇൻ തമിഴ്നാടു and one more site in Sri Lanka. So usually ഇങ്ങനത്തെ sandstone structures equatorial regions ഉണ്ടാകാറില്ല, but these are exceptions. Okay. Here red sediments are part of the continuation of the evolution of the earth and represent late quaternary geological age. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒത്തിരി ഈ എന്തൊക്കെയാണ് ഈ റെഡ് സാൻഡ്സ്റ്റോൺ സ്ട്രക്ചറിനുള്ള വരുന്നത്, കുറെ ഗള്ളീസ് വരും, സാൻഡ് ഡ്യൂൺസ് വരും, ബറീഡ് ചാനൽസ് വരും. അതായത് നേരത്തെ ഒരു റിവർ അതിൽ കൂടി ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അതിന്റെ റെമനൻസ്, ആ റിവർ ഫ്ലോ ചെയ്ത ചാനൽസ്, അതിന്റെ ട്രിബ്യൂട്ടറീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറീസിന്റെ മാർക്സ് ആണ് ബറീഡ് ചാനൽസ് ഉദ്ദേശിക്കുന്നത്. ബീച്ച് റിഡ്ജ്, പെയർഡ് ടെറസസ്, വാലി, the valley in the valley, wave cut terrace, nick points and waterfalls. Just ഇതൊരു ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി ആണെന്നുള്ള കാര്യം മാത്രം ഓർക്കുക. And it is a very much a site which is giving a lot of scientific scope. Okay. Next news ആണ്, this is related to air pollution. ഈ രണ്ട് ന്യൂസും അപ്പോൾ ഒന്ന് പറയുന്നത് ഹരിയാന ഗവൺമെന്റ് serves notice to stone crushers which fail to meet primary. അപ്പൊ നോർമലി നമ്മൾ എയർ പൊല്യൂഷന്റെ സോഴ്സസിനെ കുറിച്ച് പറയാൻ നേരത്ത് നമ്മൾ വെഹിക്കുലർ പൊല്യൂഷൻ പറയും, പിന്നെ നോർത്തിലാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് സ്റ്റബിൾ ബേണിംഗ് ആണ്. പക്ഷെ പിന്നെ നമ്മൾ ബ്രിക്കിൻസ്, ലൈൻകിൻസ് അങ്ങനത്തെ എക്സാമ്പിൾ പറയും. ഇനി അതിൽ തന്നെ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ഒരു പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷനും അൺഐഡന്റിഫൈഡ് അല്ലെങ്കിൽ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്ന, ലീസ്റ്റ് ഇമ്പോർട്ടൻസ് നൽകി പോകുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റി തന്നെയാണ് സ്റ്റോൺ ക്രഷിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റോൺ ക്രഷിംഗ് ഇസ് എ മേജർ സോഴ്സ് ഓഫ് ഫ്യൂഗിറ്റീവ് എമിഷൻ owing to their extremely polluting process of crushing stones into smaller sizes. അപ്പം നമുക്കറിയാം എയർ പൊല്യൂഷൻ ഇത് എങ്ങനെയാണ് നമ്മൾ എഫക്ട് ചെയ്യുന്നത്, ബ്രോൺകൈറ്റിസ് കോസ് ചെയ്യും, ആസ്മ കോസ് ചെയ്യും, അക്യൂട്ട് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യും ലങ്സിൽ. അപ്പം സ്റ്റോണിന്റെ ബിറ്റ്സ് എന്ന് പറയുന്നത് they are highly toxic and very minute. Okay, so when it enters the lungs ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് കോസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഒരു this is specifically എവിടെയാണ്, നോർത്തേൺ റീജിയൻ ആണ് നമ്മൾ പറയുന്നത്, നോർത്ത് വെസ്റ്റേൺ റീജിയൻ ആണ് പറയുന്നത് ഹരിയാന. അപ്പം നമുക്ക് നിങ്ങളൊരു ആൻസർ എഴുതാൻ നേരത്തെ മെയിൻസ് ആൻസർ റിലേറ്റഡ് ടു എയർ പൊല്യൂഷനോ അല്ലെങ്കിൽ ഹൗ എക്കണോമിക് ആക്ടിവിറ്റി ഈസ് എഫക്ടിങ് ദി പബ്ലിക് ഹെൽത്ത് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ഒരു വെരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം, ദാറ്റ് ഇസ് സ്റ്റോൺ ക്രഷിംഗ് ആക്ടിവിറ്റി. ഇപ്പം സേ വെൻ യു കോൺസെപ്റ്റ്, ഇപ്പം നമ്മൾ നോർമലി നദേൺ റീജിയൻ പറയാൻ നേരത്തെ ഏറ്റവും കൂടുതൽ പറയാം അഗ്രികൾച്ചറൽ ബേണിംഗ്, സ്റ്റബിൾ ബേണിംഗ് ആണ്. പിന്നെ ഡൽഹി, ആഗ്ര റീജിയനിലെല്ലാം എന്താണ് നമ്മൾ പറയാ, ഇറ്റ് ഇസ് ദി
It is the vehicular pollution ആണ് പറയാം. ഇനി കുറച്ചും കൂടി ആ സെയിം റീജിയനിൽ തന്നെ ഹരിയാന കോൺസെൻട്രേറ്റ് ചെയ്ത് യു ക്യാൻ സേ അബൌട്ട് ദ സ്റ്റോൺ ക്രഷിംഗ് യൂണിറ്റ്സ്. ഓക്കെ, ഇനി അഗെയിൻ നമ്മൾ ഈസ്റ്റേൺ സൈഡിലേക്ക് വരികയാണ്, വെസ്റ്റ് ബംഗാളിൽ. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാൾ പവർ പ്ലാന്റ്സ് ഫെയിൽ ടു കർബ് സൾഫർ എമിഷൻസ്. Not a single coal-based thermal power plant in West Bengal has installed flue gas desulfurization technology. Okay, അപ്പോൾ നമുക്കറിയാം ഇന്ത്യ is an economy which is dependent on coal, fossil fuel based economy ആണ്. So we are very much dependent on the coal based power plants. അപ്പം coal based power plant വരുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട്സ്? ഒന്ന്, we are polluting the environment, right? Sulfur dioxide, nitrogen dioxide, nitric oxide, അങ്ങനെയുള്ള പൊല്യൂട്ടൻസ് വെച്ചിട്ട് ഇറ്റ് ഇസ് കോസിങ് ഹസാർഡ് ടു ദി എൻവിറോൺമെന്റ്. അപ്പൊ നമ്മുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് UNFCCCയുടെ പാരീസ് കോൺഫറൻസിൽ വാട്ട് വി ഹാവ് അഗ്രീഡ് ഈസ് ടു റെഡ്യൂസ് ദി ഗ്ലോബൽ എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് പൊല്യൂട്ടിംഗ് ഗ്യാസസ്. അതിൽ സൾഫർ ഡയോക്സൈഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ടു പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസ് ഇൻ ഓർഡർ ടു ബ്രിങ് ഡൗൺ ദി ഗ്ലോബൽ ടെമ്പറേച്ചർ ബൈ 2 degrees Celsius അല്ലെ. അപ്പൊ നമ്മളെല്ലാം എഗ്രി ചെയ്തിട്ടുള്ളതാണ് പാരീസ് കോൺഫറൻസിൽ. ആൻഡ് റീസെന്റ് നമ്മുടെ പഞ്ചാമൃത് ടാർഗറ്റ്സ് 5 ടാർഗറ്റ്സ് ഇന്ത്യ പറഞ്ഞു. അതിൽ എന്ത് ടാർഗറ്റ് ആണ്? one main target that we set is net zero carbon neutral ആവുക by 2070. അപ്പം ഇതിനായിട്ടുള്ള സ്റ്റെപ്സ്, ഇതിനായിട്ടുള്ള മെഷേഴ്സ് സിൻസ് 2015 ഇന്ത്യ എടുക്കുന്നുണ്ട്. ബട്ട് സീ വേർ വി ആർ ലാഗിങ് ബിഹൈൻഡ്. ഇപ്പം വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഒരു ഹൈലി കോൾ ഒത്തിരി കോൾ പവർ പ്ലാന്റ്സ് വരുന്ന ഒരു റീജിയൻ ആണ്, റൈറ്റ്? ഇറ്റ് ഇസ് ക്ലോസ് ടു ദ കോൾ മൈൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഹിയർ they have said 5,695 മെഗാവാട്ട്സ് അടുത്ത് പ്രൊഡക്ഷൻ വരുന്ന ഒരു ഏരിയ ആണിത്. നിയർലി 40% ഓഫ് ദ ടോട്ടൽ കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് വെസ്റ്റ് ബംഗാൾ. അവിടെ ഒരു സിംഗിൾ കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റിൽ പോലും ഈ ഒരു FDG എന്ന് പറയുന്ന ടെക്നോളജി, സൾഫർ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യാനുള്ള FDG എന്ന് പറയുന്ന ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ ദിസ് യു ക്യാൻ സേ, ഈ എക്സാമ്പിൾ നമുക്ക് എവിടെയൊക്കെ പറയാം? ഒന്ന് GS3 നമ്മൾ എൻവിറോൺമെന്റ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ പറയാം. ആൻഡ് GS2 തന്നെ ഗവർണൻസ് ആസ്പെക്റ്റിൽ, അതായത് ഗവൺമെന്റ് ഇപ്പം ഇത് ഇവിടെ പറയുന്നുണ്ട് 2015 കൊണ്ടുവന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണത്. FDG ഫ്ലൂ ഗ്യാസ് ഡീസൾഫിക്കേഷൻ ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞു, ഗവൺമെന്റ് ഇസ് എക്സ്റ്റെൻഡിങ് ദി പീരീഡ്. 2022 ആയിട്ടും വെസ്റ്റ് ബംഗാൾ ഒരു സിംഗിൾ പവർ പ്ലാന്റിൽ പോലും ഈ ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തില്ല. സോ ദാറ്റ് ഷോസ് ദി ലാബ്സ് ഓഫ് ഗവർണൻസ് ആൻഡ് how we are disregarding the environment and how far we are behind achieving our net goals. Okay, ഇനി ഇവിടെ തന്നെ ഇത് this is for the prelims perspective. Sulfur dioxide removal, ഡീസൾഫിക്കേഷൻ ടെക്നോളജിയിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? വെറ്റ് സ്ക്രബിംഗ് ടെക്നോളജി യൂസ് ചെയ്യും, അത് ലൈം സ്റ്റോൺസ് വെച്ചിട്ട്. സ്പ്രേ ഡ്രൈ സ്ക്രബിംഗ് ടെക്നോളജി യൂസ് ചെയ്യും. വെറ്റ് സൾഫ്യൂരിക് ആസിഡ് പ്രോസസ്, സ്നോക്സ് ഫ്ലൂ ഗ്യാസ് ഡീസൾഫിക്കേഷൻ, ഡ്രൈ സോർബന്റ് ഇഞ്ചക്ഷൻ. ഇതിന്റെ എല്ലാം പേര് ഓർത്ത് വെക്കുക. UPSC എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു ടെക്നോളജിയുടെ പേര് തന്നിട്ട് വാട്ട് ഇസ് ദിസ് റിലേറ്റഡ് ടു. അങ്ങനെ ഡീസൾഫിക്കേഷൻ ഈ സെയിം സാധനം തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഡ്രൈ മേ ബി ദേ ക്യാൻ ആസ്ക് ലൈക്ക് സ്പ്രേ ഡ്രൈ സ്ക്രബിംഗ്, ഡ്രൈ സോർബന്റ് ഇഞ്ചക്ഷൻ, recently seen in news is related to which aspect, എന്നിട്ട് you have to identify from that. അപ്പം എയർ പൊല്യൂഷൻ റിഡക്ഷൻ ആണ് അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് എലിമിനേഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് പേരുകൾ ഓർത്ത് വെക്കുക. Now this is another important article. ഇത് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആൻഡ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇവർ രണ്ടുപേരും ഒരു ഫംഗ്ഷൻ ദാറ്റ് വാസ് ഇൻ OP ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ഫംഗ്ഷനിൽ കൊടുത്ത OP ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ഫംഗ്ഷനിൽ കൊടുത്ത സ്പീച്ച് എന്നുള്ള ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് അവർ പറഞ്ഞത്. ഇതിൽ ഒന്നാമത്തെ കാര്യം 2-3 ആസ്പെക്ട്സ് ഉണ്ട് ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്ടീവ്. രണ്ടും നമുക്ക് പറയാം. വൈസ് പ്രസിഡന്റ് ക്വസ്റ്റ്യൻസ് judiciary's power to undo amendment. ഇവിടെ പറയുന്നത് 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിനെ പറ്റിയാണ്. നമ്മൾ ഒത്തിരി തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കൊളീജിയം സിസ്റ്റം ഹൈലി ഒപ്പീക്ക് ആൻഡ് എന്താ പറയാ, നമ്മുടെ ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിളിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സെറ്റപ്പ് ആണ് കൊളീജിയം സിസ്റ്റം. എന്താണ് കൊളീജിയം സിസ്റ്റം? ജഡ്ജസ് അപ്പോയിന്റ് ദംസെൽസ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് 2-3 സീനിയർ മോസ്റ്റ് ജഡ്ജസ് അടങ്ങുന്ന ഒരു കൊളീജിയം ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഹൈക്കോടതി ജഡ്ജസിനും സുപ്രീം കോടതി ജഡ്ജസിനും അപ്പോയിന്റ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ഹാസ് ഗോട്ട് നോ റോൾ ഇൻ ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ്. അപ്പം ദിസ് വിൽ ലീഡ് ടു നെപ്പോട്ടിസം, this will lead to favoritism, this will lead to ഒരു എന്താ പറയാ, the basics of democracy is compromised there, or very highly non-transparent system ആണ്. There is no executive scrutiny.
അപ്പോൾ ഇതാണ് കൊളീജിയത്തിന്റെ പ്രശ്നം. അപ്പം കൊളീജിയൻ സിസ്റ്റം സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ബ്രോട്ട് 99 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് by and they appointed National Judicial Appointments Commission. പക്ഷേ എന്ത് പറ്റി? സുപ്രീം കോർട്ട് struck down that amendment. ഇപ്പം NJAC എന്ന് പറയുന്ന സാധനമില്ല. It is still collegium system that leads to collegium system that decides the appointment of Supreme Court and High Court judges. അപ്പം വൈസ് പ്രസിഡന്റ് പറയാണ്, does judiciary have the power to undo an amendment? അതായത് ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റിനെ അൺഡു ചെയ്യാനായിട്ട് ജുഡീഷ്യറിക്ക് എന്ത് പവർ ഉണ്ടെന്നാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് ചോദിക്കുന്നത്. അതാണ് കോണ്ടെക്സ്റ്റ്. ഇനി ഇതിലെ ഈ ആർട്ടിക്കിൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആർട്ടിക്കിൾ 145(3) പറ്റി ഇവിടെ പറയുന്നുണ്ട്. സോ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ 145(3) എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ when a substantial law of questions involved can be done by the court. Okay, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സാധനം എഴുതി വെച്ചിട്ടുണ്ട്, ബട്ട് there is a confusion regarding that, അല്ലെങ്കിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കൺഫ്യൂഷൻ ഉണ്ട്, there is some issue in that. അപ്പൊ എന്ത് ചെയ്യാം? കോർട്ടിന് അത് ഇന്റർപ്രറ്റ് ചെയ്യാം. സുപ്രീം കോർട്ട് can give the finals. ഇന്ന ആർട്ടിക്കിൾ ലൈക്ക് ഇന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ പറയുന്നത് ഇതാണ്. അതാണ് ആർട്ടിക്കിൾ 145(3) പറയുന്നത്. ദിസ് ഇസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് 2017 UPSC പ്രിലിംസിന് ആർട്ടിക്കിൾ 147 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഡസ് ആർട്ടിക്കിൾ 147 സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 147 സുപ്രീം കോർട്ട് റിലേറ്റഡ് ആണ്. കോർട്ടിന് ഒരു ബൈൻഡിങ് ഡിസിഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ. സോ ഇതുപോലെ തന്നെ ആർട്ടിക്കിൾ 145(3) എന്താന്ന് വേണമെങ്കിൽ സ്പെസിഫിക്കലി ചോദിക്കാം. ഇതിങ്ങനെ വൈസ് പ്രസിഡന്റ് സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി വേറെ 2-3 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് മെയിൻസ് ആൻസറിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ദ ബേസിക്സ് ഓഫ് ബേസിക് സ്ട്രക്ചർ ഇസ് ദ പ്രൈമറി ഓഫ് ദി വിൽ, അതായത് ഡെമോക്രസിയുടെ ബേസിക്സ് ആണെന്ത്? ദ ബേസിക്സ് ഓഫ് ബേസിക് സ്ട്രക്ചർ ഇസ് പ്രൈമസി ഓഫ് ദ വിൽ ഓഫ് ദ പീപ്പിൾ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞിട്ട് ജുഡീഷ്യറി ഹസ് ഇവോൾവ് സംതിങ് ഓവർ ടൈം. അപ്പം ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ വാട്ട് ഡസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ? ഇറ്റ് ഷോസ് ദാറ്റ് bedrock of the constitution is democracy. It's the people's will that is meant to prevail. Okay, അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എസ് ഓർത്ത് നമുക്ക് മെയിൻസ് ആൻസേഴ്സിൽ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി another important thing is ഇതും ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, റോൾ ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പൊ നമുക്കറിയാം 1969 നമ്മൾ വോട്ടിംഗ് റൈറ്റ്സ് യൂണിവേഴ്സലൈസ്ഡ് ആക്കിയത്. ഓക്കെ, അപ്പം 1969 ചെയ്തത് 21 years to 18 years ആക്കി. നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് തന്നെ നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് കൊണ്ടുവന്നു. അതായത് എവറിബഡി attain the age of 18 can vote, right? അപ്പോൾ the role of universal adult franchise പറഞ്ഞിട്ടുണ്ടെങ്കിൽ what it did is it translated ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ട്രജക്ടറി ഒരു സോഷ്യൽ ഗ്രോത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതായത് അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താ? എവറിബഡി അറ്റൈൻഡ് എ സ്പെസിഫിക് ഏജ് ക്യാൻ വോട്ട്. സോ ദാറ്റ് മീൻസ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗവർണൻസ് എന്ന് പറയുന്നത് റൂട്ട് ഔട്ട് ചെയ്തു. ഓക്കെ, റൂട്ടിൻ ചെയ്തു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇന്ത്യയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, പൊളിറ്റിക്കൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ത് കാണിക്കുന്നത്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ said to be a revolutionary act at a time when such a right had only recently been extended to women, people of color, and the working class in supposedly mature Western democracies. നമുക്കറിയാം വെസ്റ്റേൺ ന്യൂ ഡെമോക്രസീസ് ഇൻ വെസ്റ്റ് അന്നേരം നോക്കിക്കഴിഞ്ഞാൽ അവിടെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അവിടെ വിമണിനും ബ്ലാക്ക് പീപ്പിളിനും റൈറ്റ് ടു വോട്ട് എന്താണ് സ്റ്റിൽ അറ്റ് സ്റ്റേക്ക് ആയിരുന്ന ഒരു സമയത്താണ് 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ഇലക്ഷൻസിന് തന്നെ എന്ത് കൊണ്ടുവന്നത്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് കൊണ്ടുവന്നത്. So that is a revolutionary move, and that is the reason, അതൊരു റീസൺ ആയിട്ട് പറയാം why our Indian constitution is a feminist document. This is very important. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഇൻക്ലൂസീവ് ആവുന്നു, എങ്ങനെ ഇഗാലിറ്റേറിയൻ ആവുന്നു, ഒരു സോഷ്യലി ട്രാൻസ്ഫോർമേറ്റീവ് ഡോക്യുമെന്റ് എങ്ങനെ ആവുന്നു എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ്. ദിസ് യു ക്യാൻ കോട്ട് ഇൻ യുവർ എസ്സേസ്. ഓക്കെ, ആൻഡ് അഗെയിൻ ഇത് തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് നോട്ടിലാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് എൻഡ് ചെയ്യുന്നത്. ദ ആക്ച്വൽ റിയലൈസേഷൻ ഓഫ് വൺസ് വോട്ട് ഇസ് ടു കണ്ടിന്യൂസ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെമോക്രസി. അതായത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റ് ഒരു വോട്ടിംഗ് റൈറ്റ് കൊടുത്തു എന്നുള്ളൂ. ബട്ട് ഹൗ ക്യാൻ പീപ്പിൾ യൂട്ടിലൈസ് ദാറ്റ്? യു ഹാവ് ടു മേക്ക് പൊളിറ്റിക്കലി ആക്റ്റീവ് സിറ്റിസൺസ് ആണ്. നമ്മൾ എത്തിക്സിൽ ഒരു പൊളിറ്റിക്കൽ എന്തൂസിയാസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത്
the citizens should be politically motivated. They should take part in governance. എങ്ങനെയാണ് അവർ ഗവർണൻസിൽ take part ചെയ്യുന്നത്? They have to keep the state accountable. They have to use the little right given to them, whatever little right is given to them, and participate in the democracy in everyday life and keep the state accountable. ഇത് നിങ്ങൾക്ക് ethicsലും essayലും പറയാം. ഇനി എങ്ങനെയാണ് സ്റ്റേറ്റിനെ accountable ആക്കുക? നമുക്ക് there are so many debates and discussions participate ചെയ്യാം. ഇപ്പം 𝐿 പ്ലാറ്റ്ഫോമിൽ വഴി നമുക്ക് കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യാം, RTA റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാം. സോ ഇങ്ങനെയൊക്കെയാണ് പൊളിറ്റിക്കലി എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമ്മൾ പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ എക്സ്റ്റൻഷൻ ആയിട്ട് പറഞ്ഞാണ്. സോ ജസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ലൈൻസ് ഓർത്ത് വെക്കുക. ഇനി ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. ആസാം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ്സ് ബറാക് ബംഗ്ലാ റിലേഷൻസ്. അതായത് ഒരു ലിംഗ്വിസ്റ്റിക് കൾച്ചറൽ ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പുതിയ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ടു കമമറേറ്റ് 75th years of India's independence and 50th anniversary of Bangladesh liberation war. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി ഇതൊരു ദിസ് ഇസ് എഡിറ്റോറിയലിൽ വന്നൊരു ആർട്ടിക്കിൾ ആണ്. ഇത് നിങ്ങൾക്ക് കൂടുതലും എസ്സേസിലും എത്തിക്സിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇന്ത്യൻ പൊളിറ്റിക്സ് നീഡ് എ ഡോസ് ഓഫ് ന്യൂ എക്സ്പെരിമെന്റലിസം. അപ്പം ഇവിടെ പറയുന്നതുള്ളൂ പൊളിറ്റിക്കൽ പാർട്ടീസ് GS2 പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രഷർ ഗ്രൂപ്പ്സ് ആ ഒരു അരീന വരും. അപ്പം പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിൽ വെരി ഇമ്പോർട്ടൻറ്റ് പില്ലറാണ്. ഓക്കെ, വി ഹാവ് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ്. റൂളിംഗ് പാർട്ടി ഉണ്ട്, ഒപ്പോസിഷൻ പാർട്ടി ഉണ്ട്, അതല്ലാണ്ട് കുറെ കുഞ്ഞു പാർട്ടീസ് ഉണ്ട്, കോയിലേഷൻ പാർട്ടീസ് ഉണ്ട്. സോ പൊളിറ്റിക്കൽ പാർട്ടീസ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി പൊളിറ്റിക്കൽ അരീന ആസ് വെൽ as സോഷ്യോ അഡ്മിനിസ്ട്രേറ്റീവ് അരീന ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള നമ്മൾ ഡെമോക്രസീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇച്ചിരിയും കൂടി ഡൈവർജൻസ് ഉണ്ട്. അതായത് ദേ അക്കോമഡേറ്റ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആൻഡ് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇൻസൈഡ് ദർ പൊളിറ്റിക്കൽ പാർട്ടി. പക്ഷെ ഇന്ത്യയുടെ കേസിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് കുറേ കൂടി നാരോഡ് ആണ്. അതായത് സെയിം എന്താ പറയുക ഡൈനാസ്റ്റിക് പാർട്ടീസ് തന്നെ റൂൾ ചെയ്യുന്നു. അവരുടെ തന്നെ നെപ്പോട്ടിസം വഴി അവരുടെ തന്നെ ഫേവറേറ്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ് വരുന്നു. അതല്ലാതെ ഒരു ഇപ്പം ദളിത്തിന്റെ റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ വിമന്റെ റെപ്രസെന്റേഷനോ യൂത്തിന്റെ റെപ്രസെന്റേഷനോ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസിൽ അത്രയ്ക്കും ഇല്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇവിടെ പറയുന്ന അതർ ഡെമോക്രസീസ് ഓഫർഡ് സ്പേസ് ടു ഡ്രിവൺ ഇൻഡിവിജ്വൽസ് ടു ഇമേർജ് as leaders from native tribes and indigenous movements. ഓക്കെ, അപ്പം അതായത് ദി നോട്ട് സോ മെയിൻ സ്ട്രീം പീപ്പിൾ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിൽ പുറത്തുള്ള കൺട്രീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പെറുവിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. മാർജിനലൈസ് സെക്ഷൻസിന് കുറച്ചും കൂടി റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ വി ഹാവ് എ വുമൺ പ്രസിഡന്റ് ഹു ഹെയിൽസ് ഫ്രം എ ട്രൈബൽ കമ്മ്യൂണിറ്റി. പക്ഷെ എന്നാലും എന്താണ് SC/STസിന്റെ റെപ്രസെന്റേഷനും SC/STസിന്റെ ഇഷ്യൂസിന്റെ എലിവേഷനും ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും അതേപോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലും കുറവാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ അതിന് ഇവിടെ നോക്കാം. With less than 59.5% of all SC/ST lawmakers represented. അത്രയും റെപ്രസെന്റേഷൻ ഇല്ല ലോ മേക്കേഴ്സിൽ. പിന്നെ ഉള്ള ലോ മേക്കേഴ്സ് വി ഹാവ് SC/ST മിനിസ്റ്റേഴ്സ്. പക്ഷെ അവിടെ പ്രശ്നം എന്താണ്? ആന്റി ഡിഫെക്ഷൻ ലോ വെച്ചിട്ട് മോസ്റ്റ് ഓഫ് ദെയർ വോയിസസ് ആർ സൈലൻസ്. ആന്റി ഡിഫെക്ഷൻ ലോ നമുക്കറിയാം, ഒരു പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വല് ഒരു സിംഗിൾ പൊളിറ്റീഷ്യൻ വോയിസ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാങ്ഷൻസ് ക്യാൻ ബി ഇമ്പോസ്ഡ് ഓൺ, അല്ലെങ്കിൽ വിപ്പിനെ അയാളെ കൺട്രോൾ ചെയ്യും. അതാണ് ആന്റി ഡിഫെക്ഷൻ ലോ. അപ്പം ആന്റി ഡിഫെക്ഷൻ ലോ വഴി ഇൻഡിവിജ്വൽ SC/ST ലോ മേക്കേഴ്സിന്റെ വോയിസ് എന്ത് ചെയ്യപ്പെടുവാണ്? സ്നിഫിൾഡ് ആയി പോവാണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ബീങ് അൺഎക്സ്പ്രസ്ഡ്. ഓക്കെ, പെർട്ടിക്കുലർലി ഇൻ ഇഷ്യൂസ് വെർ പാർട്ടി സ്റ്റാൻഡ്സ് ഡിഫർ ഫ്രം ഇൻഡിവിജ്വൽ ചോയ്സസ്. പിന്നെ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി 0 hour ക്വസ്റ്റ്യൻ ആൻസർ ടൈം, അങ്ങനെ ഇതാണ്. അപ്പൊ അത് അവർക്ക് സ്പെസിഫിക്കലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എഗെയിൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാനായിട്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റി ആണെങ്കിലും ദളിത്സിന് വേണ്ടിയാണെങ്കിലും സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഇൻഡിവിജ്വൽ ലോ മേക്കർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പൊളിറ്റീഷ്യന് പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി ഓസ്ട്രിയ, ഫ്രാൻസ് പോലുള്ള കുറച്ച് കൺട്രീസിന്റെ കേസ് പറഞ്ഞിട്ട് അവിടെ എന്താണ് ഡെമോക്രസീസ് ആർ എൻഗേജിങ് യൂത്ത് പാർട്ടിസിപ്പേഷൻ എത്രത്തോളം വരുന്നുണ്ടെന്നാണ് ഓസ്ട്രിയ, സ്പെയിൻ, അങ്ങനത്തെ കെനിയ കുറച്ച് കൺട്രീസിൽ പറയുന്നത്. ആൻഡ് ഇന്ത്യയിൽ അതേസമയം എന്താണ് യൂത്തിന്റെ പാർട്ടിസിപ്പേഷൻ അത്രയ്ക്ക് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് കമ്പയർ ചെയ്ത് പറയാം. പിന്നെ പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേഷൻ ആണ്. ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, ടുണീഷ്യ, മോറിഷ്യസ്, ഇവിടെ LGBTQI+ ഇൻഡിവിജ്വൽസ് ഗെറ്റ് elected or nominated to positions such as high court judge. പക്ഷേ ഇന്ത്യയിൽ എങ്ങനെയാണ്? LGBTQന്റെ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ കുറവാണ്.
അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനായാലും അവരുടെ വോയിസസ് റേസ് ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് കുറവാണ് ബിക്കോസ് ദർ ഇസ് നോ ഓർ വെരി ലിറ്റിൽ റെപ്രസെന്റേറ്റീവ്സ് എമംഗ്സ് ദം. ഓക്കെ, സോ ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്എംപവർമെന്റ് ഓഫ് ദിസ് communities happening in India. They are not being represented enough in the political arena. പക്ഷേ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഷബ്നം മൗസി, മധുബായ് കിന്നർ ആർ എക്സാമ്പിൾസ് ഓഫ് പീപ്പിൾ ഹു മെയ്ഡ് ഇറ്റ് ഇൻ ടു ദ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ആയിരുന്നു. ഇത് അഗൈൻ നിങ്ങൾക്ക് എസ്സേയിൽ കോട്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ വി ആർ ലാഗിങ് ബിഹൈൻഡ് ഇൻ എലിവേറ്റിംഗ് ദെയർ ഇഷ്യൂസ്. ഓക്കെ, ഇനി അതർ ഇമ്പോർട്ടൻറ്റ് തിങ് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഐഡിയോളജി. ഇപ്പൊ ഇന്ത്യയിലെ പൊളിറ്റിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ പറയുന്നുണ്ട് സെന്റർ ലെഫ്റ്റ് ആൻഡ് പോപ്പുലിസ്റ്റ് ഐഡിയോളജി അത്രയുമായിട്ട് ചുരുങ്ങാണ്. അല്ലാണ്ട് ഒരു ഐഡിയോളജിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസിൽ വരുന്നു. ഐഡിയോളജിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ലിബർട്ടേറിയനിസം ഓസ്ട്രേലിയ, ബ്രസീൽ പോലുള്ള കൺട്രി, സൗത്ത് കൊറിയയിലെല്ലാം ലിബർട്ടേറിയനിസം എന്ന് പറയുന്ന ഐഡിയോളജിക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. ഗ്രീൻ പൊളിറ്റിക്സ് ഇസ് എംബ്രേസ്ഡ് ബൈ US, ജർമ്മനി. പക്ഷെ ഇന്ത്യയിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് റെപ്രസെന്റേഷൻസ് കുറവാണ്. റൈറ്റ്, വി ആർ സ്റ്റിൽ ഓൺ ടു ദി ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് ആണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ തന്നെ പറയുന്നുണ്ട്. 37% അഗ്രികൾച്ചറിസ്റ്റ് ആണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്, അല്ലെങ്കിൽ 7% ഓഫ് ഫാമേഴ്സിന്റെ റെപ്രസെന്റേഷനെ പാർലമെന്റേറിയൻസിലുള്ളൂ. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ദി ഇഷ്യൂ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ സ്റ്റിൽ കോർ ഇഷ്യൂയിലേക്ക് നമ്മൾ എത്തുന്നില്ല. ഇന്ത്യൻ ഫാമേഴ്സിന്റെ കോർ ഇഷ്യൂസ് അൺഅഡ്രസ്ഡ് ബിക്കോസ് ദർ ഇസ് വെരി ലിറ്റിൽ റെപ്രസെന്റേഷൻ ഓഫ് ദം ഇൻ ദ പാർലമെന്റ്. അപ്പൊ അവരുടെ റിയൽ ഇഷ്യൂ എന്താന്ന് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോഴും അറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. Okay, and also middle class and professionals are largely they are ceding from the politics. Avardeyum representation korvana. They are constrained to nepotism. So ഇവിടെ ഇപ്പോൾ പറയുന്നത് political parties should be made more inclusive. അല്ലെങ്കിൽ യൂത്ത് കോട്ട, LGBTQ കോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ റെപ്രസെന്റേഷൻ വരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി this is a news in Indian Express. It is about Martian ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ന്യൂസ് ആണ്. മാർഷ്യൻ മെഗാ സുനാമി. മാർസിന്റെ അറ്റ്മോസ്ഫിയർ സ്റ്റഡി ചെയ്തിട്ട് അവിടെ ഒരു സുനാമി പോലത്തെ എവിഡൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അത് വന്നത്? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് എ മാസീവ് ആസ്ട്രോയിഡ് ഇമ്പാക്ട് എന്നാണ് സയന്റിസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ ഒരു സിമിലർ ആസ്ട്രോയിഡ് ഇമ്പാക്ട് എവിടെയും നടന്നിട്ടുണ്ട്, ഇന്ത്യയിലും നടന്നിട്ടുണ്ട്, സോറി എർത്തിലും നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ പേരാണ് ചിക്ലബ് കൊളിഷൻ. പേര് ഓർത്ത് വെക്കുക, ഇത് എന്ത് റിലേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ദാറ്റ് ഇസ് അബൌട്ട് എ മാസീവ് ആസ്ട്രോയിഡ് ഇമ്പാക്ട്. ഇപ്പം മാർസിൽ നടന്ന പോലത്തെ ഒരു സിമിലർ ഇമ്പാക്ട് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടാവണം. ആ സമയത്തായിരിക്കണം ഡൈനോസേഴ്സിന്റെ എക്സ്റ്റിങ്ഷൻ വന്നതെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ്. താങ്ക് യു.